മാതൃകകളായിട്ട് എൻ്റെ ജീവിതത്തിൽ മാതൃകകൾ പിൻപറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയും വളരെ സത്യസന്ധതയും വളരെ കൃത്യനിഷ്ഠതയും വളരെ അച്ചടക്കവും തനിക്കുണ്ടായിരുന്നു. സഭാ ഹാളിൽ 10 മണിക്കും ആരാധന, 10 മണിക്ക് അല്പം മുൻപ് ആളുകൾ വന്നിരുന്ന് സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലായിരുന്നു. താൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഹാളിൽ 9:45 ആളുകൾ വന്നാലും 10 മണി വരെയും ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് താൻ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. ആ നിലയിൽ ജോയിച്ചേട്ടനുള്ളപ്പോൾ ആരും ആ നിലയിൽ സംസാരിക്കാറില്ല. അങ്ങനെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ അച്ചടക്കമുള്ള ഒരു സഹോദരനായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട്. വളരെ കൃത്യനിഷ്ഠ, സമയം പാലിക്കുന്ന കാര്യത്തിൽ യോഗം തുടങ്ങാനായിട്ട് 7:30 യോഗം തുടങ്ങാനാണെങ്കിൽ 10 മിനിറ്റ് മുമ്പെങ്കിലും താൻ ഈ സ്ഥലത്ത് യോഗ സ്ഥലത്ത് എത്തിച്ചേരും. ഒരു ദിവസം പോലും ഒരു കൂടിയറിവിന് നേരം വൈകി ജോയിച്ചേട്ടൻ വന്നായിട്ട് കണ്ടിട്ടില്ല. ജോയിച്ചേട്ടൻ ഏതെങ്കിലും ദിവസം യോഗത്തിൽ നേരം വൈകിയാൽ അന്ന് മനസ്സിലാക്കുക ജോയിച്ചേട്ടൻ ഇന്ന് യോഗത്തിന് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല, വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നേരം വൈകി ഒരു കൂടിയറിവിനോ ഒരു സ്ഥലത്തോ കടന്നു വരുവാനായിട്ട് ജോയിച്ചേട്ടൻ കടന്നു വന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും വളരെ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ നടത്തിയ, ഞങ്ങളെ പരിപാലിച്ച ഒരു നല്ല ഇടയനായിരുന്നു ജോയിച്ചേട്ടൻ. ആ ജോയിച്ചേട്ടനെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. കർത്താവിൻ്റെ ഹിതം അതായിരുന്നു. കർത്താവിൻ്റെ ഹിതത്തിന് ആമേൻ പറയാൻ അല്ലാതെ അതെന്താണ് ചോദിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല. കർത്താവ് എല്ലാം നന്നായി ചെയ്തു, തക്ക സമയത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരം ചെയ്തു. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയിച്ചേട്ടൻ്റെ അനുജനായ ടോമിച്ചേട്ടൻ അല്പസമയം എടുക്കുന്നതാണ്. ദയവായി കാണുവാൻ വരുന്നവർ നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ശേഷം ആവശ്യമായ സമയം കാണുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യം ശ്രദ്ധിക്കുമല്ലോ. കാണാൻ ഇപ്പോൾ ആവശ്യമുള്ളവർ കണ്ട് അപ്പോൾ തന്നെ മടങ്ങിപ്പോകണം എന്ന് ഓർപ്പിക്കുന്നു. KL8 AH 6236 വാഗനാർ കാറ് എന്തോ ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അതൊന്ന് മാറ്റിയിടണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ദയവായി അതിൻ്റെ ഉടമസ്ഥനൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ടോമിച്ചേട്ടനെ ക്ഷണിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ മക്കൾ 10 പേര് ആയിരുന്നു. അതിൽ മൂത്ത ജ്യേഷ്ഠൻ നിങ്ങളറിയുന്ന EJ മാത്യു ഇന്ന് മഹത്വത്തിൽ വിശ്രമിക്കുന്നു. ഈ മാസം 3 വർഷം തികയാണ്. ജോയിച്ചേട്ടൻ 7ാമത്തേതായിരുന്നു. താഴെ ഞങ്ങൾ 3 മക്കളുണ്ട്. നേരത്തെ സംസാരിച്ച എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ താഴെ ഉള്ള സിസ്റ്റർ മോളിയും. ഞങ്ങളുടെ കുടുംബത്തെ അറിയാവുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മൂത്ത ജ്യേഷ്ഠന്മാർ മുതൽ ഭവനത്തിൻ്റെ വീടിൻ്റെ ചുമതല, സാമ്പത്തികവും ആയിട്ടുള്ള മറ്റ് ചുമതലകൾ വഹിച്ച് ആ ചുമതല താഴോട്ട് കൈമാറുകയായിരുന്നു. അങ്ങനെ ജോയിച്ചേട്ടൻ ആ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ 3 പേര് താഴെ ഉണ്ടായിരുന്നു. ജോയിച്ചേട്ടൻ്റെ വലിയ ആഗ്രഹം BSc കഴിഞ്ഞപ്പോൾ നല്ല മാർക്കോടുകൂടെ പാസ്സായി. തൻ്റെ വലിയൊരു ആഗ്രഹം മെഡിസിന് പഠിക്കണം, ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു ജോയിച്ചേട്ടൻ്റെ ആഗ്രഹം. എന്നാൽ അതിനുള്ള സാമ്പത്തികമായ ചുറ്റുപാട് അന്ന് ഞങ്ങൾക്ക് ഭവനത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ ജോലിയിൽ പ്രവേശിച്ചു. LICയിൽ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യം കോയമ്പത്തൂരും പിന്നീട് കോഴിക്കോട്ടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും താൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ ചെയ്തൊരു കാര്യം ഞങ്ങളോട് 3 പേരോടും പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പോകണമോ, ഏത് ഉന്നത വിദ്യാഭ്യാസം ചെയ്യണമോ, നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്വം ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനൊന്നും പോകാൻ സാധിച്ചില്ല. എന്നാൽ ജോയിച്ചേട്ടൻ തന്നെ നേരത്തെ എൻ്റെ ജ്യേഷ്ഠനെ ഓർപ്പിച്ച പോലെ ജോയിച്ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഈ CAക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേര് ആ നിലയിൽ പഠിപ്പിക്കാനൊക്കെ ഇടയായി. വളരെ സാക്രിഫിഷ്യലായിട്ട് ഭവനത്തിന് വേണ്ടിയിട്ട് താൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലും ധാരാളം സ്വാധീനിച്ചിട്ടുള്ള അത് ജോയിച്ചേട്ടനാണ്. ഞാനൊരു എൽഡർ ബ്രദറിനേക്കാൾ എൽഡർ ബ്രദറിൻ്റെ സ്ഥാനത്ത് ആണെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ ഇപ്പോഴും ഞങ്ങളും കുടുംബമായിട്ടൊക്കെ വസിക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴും ഒരു വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ തന്നോട് എന്ത് കാര്യവും ഷെയർ ചെയ്യുവാനും ആലോചന ചോദിക്കുവാനും ഒക്കെ കഴിയുമായിരുന്നു. ഞങ്ങളുടെ മക്കളുടെയും എല്ലാ കാര്യങ്ങളിലും ജോയിച്ചേട്ടൻ കാണിച്ചിട്ടുള്ള കരുതൽ വളരെയാണ്. അതിൻ്റെ
നഷ്ടം ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉണ്ട്. മറ്റു ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനും ബോംബെയിലെ ഉണ്ടായ കാര്യങ്ങൾ ജ്യേഷ്ഠൻ വിവരിച്ചു. ഒടുവിലത്തെ സമയത്ത് ശനിയാഴ്ച വൈകിട്ട് ഞാനും അവിടെ ചെന്ന് തരുവാനും അങ്ങനെ കാണുവാനും പിന്നെ കുടുംബമായിട്ട് അവരുടെ ഫാമിലിയായിട്ട് പല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ജോയിച്ചേട്ടനെ ഞാൻ മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് ലിൻമോള് എന്നോട് പറഞ്ഞു, ജോയിച്ചേട്ടന് പെട്ടെന്നൊക്കെ ദേഷ്യം വരുന്ന ആളാണ്, അതുകൊണ്ട് ഡാഡി പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, എന്നാൽ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് ഡാഡിയൊന്നും ആളുകൾക്ക് ഇഷ്ടമല്ലായിരിക്കും എന്ന്. എന്നാൽ ഈ ആക്സിഡന്റിന് ശേഷവും ഈ തുടർന്നുള്ള സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവമക്കളും ബന്ധുമിത്രാദികളും കാണിച്ച കരുതൽ കണ്ട് കുടുംബമായിട്ട് അവർക്ക് വലിയ സന്തോഷം തോന്നി. ഇത്രമാത്രം ഡാഡിയെ ദൈവമക്കൾ സ്നേഹിക്കുന്നല്ലോ, ബന്ധുമിത്രാദികൾ സ്നേഹിക്കുന്നല്ലോ. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന വലിയൊരു സദസ്സും കാണിക്കുന്നത് ജോയിച്ചേട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും ആണ് എന്ന് ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. തൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കുറിച്ചിട്ടിരിക്കുന്നത് വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താൻ ഒരു ഭവനത്തിൻ്റെ ആസ് എ ഹെഡ് ഓഫ് ദി ഫാമിലി ഹി വാസ് എ റോൾ മോഡൽ. അത് ഇന്നലെ ഇവിടെ വൈകിട്ടുള്ള യോഗത്തിനൊക്കെ പലരും പറഞ്ഞു. താൻ തൻ്റെ കുടുംബത്തെ പരിപാലിച്ചിരുന്നത്, തൻ്റെ സ്വന്തം കുടുംബത്തെ മക്കളെയൊക്കെ വളർത്തിയിരുന്നത് എപ്പോഴും വലിയ മാതൃകയോടുകൂടെ ആയിരുന്നു. താൻ പെട്ടെന്ന് ഒക്കെ നിങ്ങൾക്ക് തന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ആളാണ്. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ വളരെ നിഷ്കളങ്കമായ മനോഭാവവും സ്നേഹവും. ഹി വാസ് വെരി വാം, അഫെക്ഷനേറ്റ് ആൻഡ് മോസ്റ്റ് ലവിങ്. അതുകൊണ്ടാണ് തന്നെ മറ്റുള്ളവർ ആ നിലയിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത്. പെട്ടെന്ന് കാണുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. എപ്പോഴും ചേട്ടനത് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ഹി വാസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. തൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. അതും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്തപ്പോൾ പറയുമായിരുന്നു. ഈ നാളിൽ പലയിടത്തും ജസ്ലിൻ തന്നെയും ജോയിച്ചേട്ടനെയും ചേർത്തിയും പല സ്ഥലങ്ങളിലൊക്കെ പോവുകയും അവിടെ ഹോട്ടലുകളിൽ താമസിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ തനിക്ക് അതിലൊന്നും ഈ ലോകത്തിൻ്റെതായ പ്ലഷേഴ്സിലോ കംഫർട്ട്സിലോ ഒന്നും താൻ ഒരിക്കലും ഒരു എക്സൈറ്റ്മെന്റോ അതിൽ വലിയൊരു ഇത് താൻ കണ്ടെത്തിയിരുന്നില്ല. താൻ വളരെ ലളിതമായിട്ട് തൻ്റെ പറമ്പിൽ തൂമ്പയൊക്കെ എടുത്ത് കളച്ച് അങ്ങനെ കഴിയുവാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഹി വാസ് എ ഗുഡ് നെയ്ബർ. താമസിക്കുന്ന കോളനിയിലുള്ള ധാരാളം പേര് അത് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തൻ്റെ ജീവിതം വളരെ ചിട്ടയുള്ളതായിരുന്നു. വെരി ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക്. വളരെ ചിട്ടയോടുകൂടെ ജീവിച്ച ജോയിച്ചേട്ടൻ. ആൻഡ് ജോലിയിൽ താൻ LIC ദീർഘവർഷങ്ങൾ വർക്ക് ചെയ്തു. അവിടെയൊക്കെ എല്ലാ സ്ഥാനത്തും ഹി ഹാഡ് ആൻ എക്സംപ്ലറി കമ്മിറ്റ്മെന്റ് ടു ദ വർക്ക്. ആ ജോലിയോട് എന്നും ഏറ്റവും ഭംഗിയായിട്ട് തൻ്റെ ചുമതലകൾ ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ തൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്കോ ഭവനത്തിൻ്റെ ചുമതലകൾക്കോ അത് ഒരു തടസ്സവും വരാതെ താൻ അത് ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ തന്നെ നിലനിർത്തി അത് ഏറ്റവും ഭംഗിയായിട്ട് മാതൃകയായിട്ട് താൻ ചെയ്യുകയും ബാക്കിയുള്ള സമയം കർത്താവിന് വേണ്ടിയിട്ടും ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ചെലവഴിക്കുമായിരുന്നു. തൻ്റെ സഭ ഈ പ്രദേശത്തുള്ള ദീർഘവർഷങ്ങളായി ജ്യേഷ്ഠൻ ഇവിടെ വന്ന് താമസിച്ചിട്ട് തൃശ്ശൂരും ചുറ്റുപാടുമുള്ള സഭകളോടും വിശ്വാസികളോടുമുള്ള തൻ്റെ കമ്മിറ്റ്മെന്റ്, തൻ്റെ സ്നേഹം അത് ഞങ്ങൾ വളരെ വാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഞങ്ങൾ അങ്കമാലിക്കാരാണ്. ജ്യേഷ്ഠനും അങ്കമാലിയിലാണ് ജനിച്ചു വളർന്നത്. അങ്കമാലിയോടുള്ള തൻ്റെ സ്നേഹം, ഒരു കരുതൽ, അല്ലെങ്കിൽ അങ്കമാലിയിലുള്ള വിശ്വാസികളോട് തനിക്ക് എന്നും വലിയ താല്പര്യമുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്തും അവിടെ നടന്ന പല മരണങ്ങളിലൊക്കെ വരികയും ജ്യേഷ്ഠൻ എന്ന് അങ്കമാലിയിൽ വന്നാലും ഫ്യൂണറൽ കഴിഞ്ഞാൽ സെമിത്തേരിയിലൊക്കെ പോയി തിരിച്ച് വരാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദൈവ ജനത്തെ സ്നേഹിക്കുകയും ഞങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ഏറ്റവും മാതൃകയായിട്ട് പെരുമാറിയ ജ്യേഷ്ഠനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഒരു സംഭവം, ഒരു ചെറിയൊരു കാര്യം ഇവിടെ ചേർത്തി ഇന്നലെ ഷെയർ ചെയ്ത് ഇവിടെ നിങ്ങളോട് തൻ്റെ ആ ക്വാളിറ്റി ഒന്ന് മറ്റുള്ളവർക്ക് മാതൃകയാകുമെങ്കിൽ. വണ്ടിപ്പെരിയാറ് താൻ LIC ജോലി ചെയ്യുമ്പോൾ ബസ്സിൽ പോവുകയായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പിലെ സീറ്റിലൊരു കുട്ടി ഇരുന്ന് ഛർദ്ദിച്ചു. ജ്യേഷ്ഠൻ ഓഫീസിലോട്ട് പോവുമായിരുന്നു. ഷർട്ട് മുഴുവൻ ചീത്തയായി. ഒട്ടും സാധാരണ ദേഷ്യപ്പെടുന്ന ആളാണ്, പക്ഷെ ഒന്നും ദേഷ്യപ്പെടാതെ കുട്ടിയോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് താൻ ഷർട്ടൊക്കെ ക്ലീൻ ചെയ്ത് ഓഫീസിൽ പോയി എന്നാണ് പറയുന്നത്. 2 മാസത്തിന് ശേഷം ഒരാൾ വന്ന് ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞു, ഐ വാണ്ട് ടു താങ്ക് യു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടിയുടെ അച്ഛനായിരുന്നു. നിങ്ങൾ അന്ന് കാണിച്ചത് വലിയൊരു സ്നേഹവും, വേറെ ആരും ആണെങ്കിലും ദേഷ്യപ്പെട്ട് കുട്ടിയെ ശാസിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു, എന്നാൽ നിങ്ങൾ കാണിച്ചത് വലിയ മാതൃകയാണ് എന്ന് പറഞ്ഞ് ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറയുണ്ടായി. തൻ്റെ മാതൃകയുള്ള ജീവിതത്തിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശകളോടെ ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾ സഹോദരങ്ങളെയും തൻ്റെ സ്വന്തം കുടുംബത്തെയും നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വരുന്നു. UESI എന്ന് പറയുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഗ്രാജുവേറ്റ്സ്, അവരെ ഷോർട്ടായിട്ട് പറയുന്ന പേരാണ് EGF, ഇവാഞ്ചലിക്കൽ ഗ്രാജുവേറ്റ്സ് ഫെലോഷിപ്പ് എന്ന് പറയും. വളരെ ആക്റ്റീവായിരുന്നു ജോയിച്ചേട്ടനും മേഴ്സിയേച്ചിയും ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. അതിൽ അംഗമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പരിചിതനായ അലക്സാണ്ടർ ജോർജ് അങ്കിൾ ഇപ്പോൾ അല്പം സമയം എടുക്കുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ ഒരു റീത്തും കൂടെ അവർക്ക് ഈ UESIക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഇതോടുകൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും. As already has been mentioned here, I stand on behalf of the Union of Evangelical Students of India, Kerala, and the EGF in Thrissur, and the ICEU, which is the students' wing of the UESI. As a family, Joy Chetan and Mercy Auntie have been very much involved in this ministry, and even as I speak, I request Mr. George Matthew, the State Secretary, to please come and lay the wreath on the body as I continue to speak. I came to know Joy Chetan when I came to Thrissur as a student in 1978. It was at that time that Joy Chetan and Mercy Chechi were married, and they were enjoying their first honeymoon at that time. After retirement, Joy Chetan and Mercy Auntie have had a second honeymoon. They have been visiting a number of places. During this time, the first honeymoon and the second honeymoon, Joy Chetan has been an example of balancing work, family, ministry to all of us. He has been faithful in his work. He has been faithful to his family. He has been faithful to the church. He has been faithful to other ministries like UESI. This balance was something that we found in Joy Chetan. Just before he left for Nagpur, I and my wife went to his home and we spent some time talking. I could notice that he was exceptionally happy. And during these last few months, I think it was very visible to all of us that he was filled with the Holy Spirit. And he was telling me about the joy and the freedom that we have because we are in Christ Jesus. And he told me that if you're a Christian, you can enjoy life. And on behalf of Joy Chetan, I want to ask each one of you, brothers and sisters in Christ, do you enjoy your Christian life? Joy Chetan was one who enjoyed his Christian life, and he knew how to celebrate it. He has now gone to a place where celebration is beyond description. We miss Joy Chetan. We miss him very much because his presence in our meetings in Manothi was so much of a blessing. But he has left a legacy of children whose example we have witnessed in our UESI ministry. And they have contributed to the ministry. They continue to serve the Lord. I want to tell Mercy Auntie and the children
that the UESI family is still with you in this time of grief. God bless you. ഒരു ഇംഗ്ലീഷ് പാട്ട് ഇപ്പോൾ സ്റ്റീവ് ചേട്ടൻ പാടുന്നതായിരിക്കും. ഓൾ ദ വേ മൈ സേവിയർ ലീഡ്സ് മീ എന്നുള്ളത്. ഈ പാട്ടിൻ്റെ 2 സ്റ്റാൻസ മാത്രം ഇതും ചോദിച്ചിട്ട് വളരെ താല്പര്യമുള്ള ഒരു പാട്ടായതുകൊണ്ട് നമുക്ക് സ്റ്റാൻസ 1 ആൻഡ് സ്റ്റാൻസ 3 ആരെയും പാട്ടുപുസ്തകം ഉണ്ടെങ്കിൽ 1412 പാടാൻ അറിയാവുന്നവരെല്ലാം ചേർന്ന് പാടുന്നത് സന്തോഷമായിരിക്കും. All the way my Savior leads me, what have I to ask beside? Can I doubt His tender mercy, who through life has been my guide? Heavenly peace, divinest comfort, here by faith in Him to dwell. For I know what have befall me, Jesus doeth all things well. For I know what have befall me, Jesus doeth all things well. All the way my Savior leads me, oh, the fullness of His love, perfect rest to me is promised in my Father's house above. When my spirit clothed immortal wings its flight to realms of day, this my song through endless ages, Jesus led me all the way. This my song through endless ages, Jesus led me all the way. For I know whatever befall me, Jesus doeth all things well. Jesus doeth all things well. ജോയിച്ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ശബ്ദകോലാഹലങ്ങളില്ലാതെ ശാന്തമായി നമ്മുടെ ശുശ്രൂഷ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ തുടരാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഇപ്പോൾ ജോയിച്ചേട്ടൻ്റെ, അതായത് മേഴ്സി ചേച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നാഗ്പൂർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന രവി വിൽസൺ അങ്കിൾ അല്പം സമയം എടുക്കുന്നതായിരിക്കും. All of our hearts are filled with sorrow and grief. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ദുഃഖവും സങ്കടവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. But as God's children, we experience the divine comfort that comes from the God of all comfort. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ സർവാശ്വാസങ്ങളുടെയും ദൈവമായ കർത്താവിൽ നിന്നുള്ള ദിവ്യമായ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. In the light of what we have already heard, I would like to say a few more words. നാം നേരത്തെ കേട്ടതിന്റെ വെളിച്ചത്തിൽ ചില വാക്കുകൾ കൂടെ അതിനോട് ചേർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. I am reminded of Deuteronomy chapter 34 and verse 5. ആവർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ 5 വാക്യമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. As I have been meditating on this verse, I can quote this verse. ഈ വാക്യം എനിക്ക് തീർച്ചയായിട്ടും ഉദ്ധരിക്കാനായിട്ട് കഴിയും. Moses, the servant of God, died